ഈ വയലറ്റ് നിറമുള്ള കാച്ചിൽ നല്ല കാന്താരി ചമ്മന്തിയും കൂടെ കൂട്ടി കഴിക്കുന്ന കുറേ വീഡിയോസ് ഇതിനകത്ത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ വയലറ്റ് കളറുള്ള കാച്ചിൽ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലുലുവിൽ പോയപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് പേർപ്പിൾ കാച്ചിലാണെന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. അത് കാരണമാണ് ഞാൻ ഈ കാച്ചിൽ എടുത്തുകൊണ്ട് വന്നത്. പക്ഷേ ഇത് മുറിച്ച് കഴിഞ്ഞപ്പോൾ ഇതിന് പേർപ്പിൾ കളറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതെന്താ ഇങ്ങനെ പെരുമാറണേന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. അത് കഴിഞ്ഞ് ഇത് ഉണ്ടാക്കേണ്ട മെത്തേഡ് തന്നെ ഉണ്ടാക്കി. നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി തിളച്ച വെള്ളത്തിലിട്ട് ആ വെള്ളത്തിൽ ഉപ്പിട്ടു. അങ്ങനെ അതിനകത്തേക്ക് ഇതൊക്കെ ഇട്ട് നന്നായിട്ട് പുഴുങ്ങിയെടുത്തു. അപ്പോൾ ഇത് നന്നായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെ വലിയ പ്രയാസമൊന്നുമില്ല. കാണുന്ന ആ ഒരു എന്താണ് നമുക്ക് കാണുമ്പോൾ ഇതെന്തോ ഭയങ്കര വേവാനൊക്കെ ടൈം എടുക്കുന്നൊക്കെ തോന്നുമെങ്കിലും ഇതൊരു പാവമാണ് സംഭവം. പെട്ടെന്ന് വേവുകയൊക്കെ ചെയ്യും. നല്ല സോഫ്റ്റുമാണ്, നല്ല സോഫ്റ്റാണ് സംഭവം വെന്ത് കഴിയുമ്പോൾ. എന്നിട്ട് ഞാൻ ചമ്മന്തി ഉണ്ടാക്കി. അപ്പോൾ ചമ്മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉള്ളിയും ഈ മുളകും കൂടെ ഞാൻ മിക്സിയിലിട്ട് അടിച്ച് നന്നായിട്ട് സോഫ്റ്റാക്കി കേട്ടോ. ഇച്ചിരി പുളിയും ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ഉപ്പ്, ഇതെല്ലാം കൂടെ ഇട്ട് അരച്ച് നന്നായിട്ട് അരച്ചെടുത്തു. എല്ലാവരും കല്ലിലിട്ട് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് എന്ന് തോന്നുന്നു. ഇത് ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. എന്നിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ നനച്ച് ആ ചമ്മന്തി ഈ കാച്ചിലും കൂടെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണേ. നല്ല ടേസ്റ്റുള്ള ഒരു കോമ്പിനേഷനാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ.